ലളിതാ സഹസ്രനാമം ഉണ്ടായ അദ്ഭുത കഥ അറിയാമോ? ഒരിക്കൽ ഒരു അസുരൻ അനേകകാലം മഹാദേവനെ ഭജിച്ച് തപസ് ചെയ്തു. മഹാദേവൻ പ്രത്യക്ഷൻ ആയപ്പോൾ തന്നോട് യുദ്ധം ചെയ്യുന്നവർക്ക് ശക്തി ക്ഷയിച്ച് അതിൽ പകുതി തനിക്ക് ലഭിക്കുവാനായി വരം ആവശ്യപ്പെട്ടു. ശിവൻ അനുഗ്രഹിച്ച ഉടൻ അസുരഗുണം പ്രാപിച്ച് ഭണ്ഡാസുരനായി അറിയപ്പെട്ടു. ശുക്രാചാര്യർ ഭണ്ഡാസുരൻ മന്ത്രോപദേശം നൽകി ഭണ്ഡാസുരനെ രാജാവാക്കി മഹേന്ദ്രഗിരിയിൽ ശൂനിക പട്ടണ എന്ന അസുര സാമ്രാജ്യത്തെ സൃഷ്ടിച്ചു. ഈ അസുരന്മാർ സൂക്ഷ്മഭാവത്തിൽ വായുവിലൂടെ സഞ്ചരിച്ച് എല്ലാ ജീവരാശികളുടെയും ഉള്ളിൽ ചെന്ന് അവയുടെ ഓജസ് നശിപ്പിച്ചു. അതോടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ശക്തിക്കും വീര്യവും പ്രഭയും ഇല്ലാതെയായി. അതിനാൽ ത്രിമൂർത്തികളുടെ ഉപദേശം അനുസരിച്ച് എല്ലാ ദേവന്മാരും ഈ പ്രപഞ്ചത്തിന്റെ അറ്റത്ത് ചെന്ന് അവിടെ ഒരു വലിയ മതിൽ ഉണ്ടായിരുന്നു. ആ മതിൽ ഒരുപാട് പ്രയത്നിച്ച് തകർത്തു. അവർ പിന്നെ ചിന്മയ ആകാശമാണ് കണ്ടത്. പരാശക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഓരോ കൽപ്പത്തിലും ഓരോ പ്രളയം ഉണ്ടാകും. ഇപ്പോൾ സംഭവിച്ച പ്രളയത്തിൽ നിന്നും പ്രപഞ്ചത്തിലെ ഓരോ അംശവും പുനർസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഹോമകുണ്ഡം തയ്യാറാക്കൂ. അതിൽ നിന്നും ദേവി മഹാമായ പ്രത്യക്ഷപ്പെടും. അപ്രകാരം ദേവന്മാർ വലിയ ഒരു യാഗാഗ്നി ഉണ്ടാക്കി. അഗ്നിയുടെ വീര്യം പാതാള ലോകത്തിൽ നിന്നു ദേവലോകം വരെ ഉയർന്നു. യാഗാഗ്നിയിൽ എല്ലാ ദേവന്മാരും ദഹിച്ചു. ശേഷം അതിൽ നിന്നും ദേവി ലളിത ത്രിപുര സുന്ദരി ഉയർന്നുവന്നു. ദേവിയുടെ ഇടത് കണ്ണിൽ നിന്നും ബ്രഹ്മവും ലക്ഷ്മിയും ഉദ്ഭവിച്ചു. വലത്തെ കണ്ണിൽ നിന്നും വിഷ്ണുവും പാർവതിയും, തൃക്കണ്ണിൽ നിന്നും രുദ്രനും സരസ്വതിയും, ദേവിയുടെ ശ്വാസത്തിൽ നിന്നും വേദങ്ങളും, പുഞ്ചിരിയിൽ നിന്നും വിഘ്നേശ്വരനും, ദേവിയുടെ 10 വിരൽ നഖങ്ങളിൽ നിന്നും വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളും, നെറ്റിയിലെ കിരീടമണികളിൽ നിന്നും 9 ഗ്രഹങ്ങളും, കൂന്തലിൽ നിന്നും അന്ധകാരവും, ബുദ്ധിയിൽ നിന്നും ശ്യാമളദേവിയും, അഹങ്കാരത്തിൽ നിന്നും വാരാഹി ദേവിയും പുനർസൃഷ്ടിക്കപ്പെട്ടു. തുടർന്ന് കാമേശ്വരനായ ആദിശിവനെ വിവാഹം ചെയ്തു. തുടർന്ന് ദേവി ഭണ്ഡാസുരനെ വധിക്കുവാനേ തന്റെ പടയുമായി ചെന്ന് മഹാപാശുപതസ്ത്രം കൊണ്ട് ഭണ്ഡാസുരന്റെ പടയെയും കാമേശ്വരസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനെയും ശൂനിക നഗരത്തെയും നശിപ്പിച്ചു. ഭണ്ഡാസുരവധത്തിനു ശേഷം ആദിപരാശക്തി ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ വിരാജിച്ചു. ആ സമയം വശ്യനാദിവാഗ്ദേവിമാരാൽ രചിക്കപ്പെട്ട സ്തുതിയാണ് ലളിതാ സഹസ്രനാമം. ഇത് ജപിക്കുന്നവർ എന്റെ അനുഗ്രഹത്താൽ രക്ഷ പ്രാപിക്കും എന്ന് ഭഗവതി അരുളി ചെയ്തു. എല്ലാ ദിവസവും ഈ സ്തോത്രം ജപിക്കാൻ അനുയോജ്യമാണ്. എന്നാൽ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ. അതിനായി ഞാൻ ഓർഡർ ചെയ്ത ലളിതാ സഹസ്രനാമമാണിത്. ഇതിൽ ഓരോ വാക്കിന്റെയും ശരിയായ അർത്ഥം കൊടുത്തിരിക്കുന്നു. കൂടാതെ നാരദ പഞ്ചരാത്രം എന്നൊരു ഗ്രന്ഥവും ഞാൻ വാങ്ങിയിരുന്നു. ഇത് കൃഷ്ണരാധയുടെ പൂജവിധികളും സ്തോത്രങ്ങളുമാണ്. ഞാൻ ഇത് ഓർഡർ ചെയ്തത് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നുമാണ്. നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങൾ വാങ്ങുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും അവരുടെ നമ്പർ നൽകുന്നതാണ്. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി.